നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരാ ഇത്? ഞാനാ. വാതില് തുറക്ക്. നീ ആരെയും നോക്കുന്നേ? പാറു ഇവിടെ. നീ എന്തിനാ പാറുവിനെ തരുന്നേ? ദേ, പാറുവിന് നീ വാങ്ങിക്കൊണ്ടു വന്ന സാരി കൊടുക്കാന്. എന്താ പ്രിയഞ്ചേട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അവനൊരു കുഴപ്പമില്ല. പാറു ഈ സാരി നോക്ക്, നല്ലതാണോന്ന്. നല്ല ഭംഗിയുണ്ട്. ദർശനയ്ക്ക് ചേട്ടൻ വിഷുക്കോടിയെ വാങ്ങിത്തന്നാണോ? ചേട്ടൻ വാങ്ങിയത് തന്നെ, പക്ഷെ എനിക്കല്ല, പാറുവിനാ. ഈ സാരി ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത് അമ്മ കൈയോടെ പൊക്കി. അയ്യോ, എന്നിട്ട്? എന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണം വാങ്ങിയതാന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നില് ചേട്ടൻ ഒരു വൈകാരിക പ്രകടനം നടത്തി. പാവ അമ്മ അതിൽ വീണുപോയി. ചുമ്മാ ഓരോന്ന് പറയല്ലേ, അത് ഞാൻ നിനക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ. എനിക്ക് സാരി കൊടുക്കുന്ന ഇഷ്ടമല്ലെന്ന് നിനക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് വെറുതെ നമ്പർ ഇറക്കല്ലേ മോനെ. മര്യാദക്ക് ഇത് പാറുവിനെ വാങ്ങിച്ചെന്ന് സമ്മതിച്ചോ? പാറുവിന് കൈലാഷ് സാറ് സാരി വാങ്ങിക്കൊടുത്തു. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ, പാറുവിനല്ല. അത് ശരി. അപ്പോ വീട്ടില് 3 പേരുണ്ടെന്ന് അറിഞ്ഞിട്ടും 2 പേർക്ക് മാത്രം ഡ്രസ് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള കോമൺ സെൻസ് നിനക്കില്ലേ? എന്താ ദർശന, ചേട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? പാറു ഇവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ ഇത്ര മാന്യായിട്ട് സംസാരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്തായാലും ഈ സാരി പാറുവിനാ. എന്റെ വകയുള്ള വിഷുക്കൊടി ആവട്ടെ. അയ്യോ, ഇത് നിന്റെ ചേട്ടൻ നിനക്ക് സ്നേഹത്തോടെ വാങ്ങിത്തന്നതാ. അതെനിക്ക് തരുന്ന ശരിയല്ല. അതിന് ഞാൻ സാരി ഉടുക്കില്ല. വെറുതെ കബോർഡ് ഇരുന്ന് കേട് വരുന്നതിലും ഭേദം അത് ഉടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ. ഇത് ഞാൻ പാറുവിന് ആദ്യമായിട്ട് തരുന്ന സമ്മാന. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇത് വാങ്ങണം. അല്ല ദർശന, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാ മതി. ഈ സാരി പാറുവിന് ഇഷ്ടായോ? പറ പാറു. ഒരുപാട് ഇഷ്ടായി. കൈലാഷ് സാർ വാങ്ങിത്തന്ന സാരിയേക്കാളും എനിക്കിതാ ഇഷ്ടായത്. അപ്പൊ തീരുമാനമായി. കൈലാഷ് സാർ വാങ്ങിയ സാരി വിഷുവിനെടുത്തോ. ഈ സാരി എന്റെ ഓർമ്മയ്ക്കായിട്ട് കയ്യില് വെച്ചോ. ഇല്ല ദർശനെ, വിഷുവിന് ഞാൻ ഈ സാരി തന്നെ ഉടുക്കും. എന്താ പാറു ഈ പറയുന്നേ? കൈലാഷ് സാറ് നിനക്ക് എത്ര വിലയുള്ള സാരിയാ വാങ്ങി തന്നത്. എന്നിട്ടും അതിന് പകരം ഇത് ഉടുത്താ എങ്ങനെ ശരിയാവും? കൈലാഷ് സാറ് നിർബന്ധിച്ചതുകൊണ്ട് അതൊടുത്ത് കാണിച്ചൂന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ സാരി ഉടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അതിട്ട് നടക്കുമ്പോ മുള്ളിന്റെ മീതെ നടക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. വില നോക്കിയല്ലോ, നമുക്ക് ചേരുന്ന നോക്കിയല്ലേ നമ്മളെല്ലാം തിരഞ്ഞെടുക്കേണ്ടത്. വിഷുവിന് ഞാൻ ഈ സാരി ഉടുത്തോളാം. നല്ല തീരുമാനം. നമുക്ക് എന്താ ചേരുക എന്നതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം. പിന്നെ നീ ഇതിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിരുന്ന അമ്മയ്ക്ക് സംശയം തോന്നും. അതുകൊണ്ട് പുറത്ത് വന്ന് ഒന്ന് തല കാണിച്ചിട്ട് പോക്കും. പോട്ടെ.
പോകുന്ന വഴിക്ക് പാറുവിനെ കണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാലോ? അതെ, ഞാനും അവളെ കണ്ടിട്ട് കുറേയായി. ഞാൻ പാറുവിന് ഫോൺ ചെയ്തെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രിയന്റെ അമ്മയെല്ലാം അറിയുന്ന അവള് പറഞ്ഞത്. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് ഞാനും പറഞ്ഞു. ശരി, എന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് അവളെ കാണാം. ആ അപ്പൊ എല്ലാരും വിഷു വീട്ടിൽ പോയി ആഘോഷിക്കാനുള്ള പരിപാടിയിലാണല്ലേ? അതെ ചേട്ടാ. ദാ, വെച്ചോ. എന്താ മോളെ ഇത്? വിഷു ആയിട്ട് ഞങ്ങള് ചേട്ടന് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. ഇതാവുമ്പോ ചേട്ടന് ഇഷ്ടമുള്ളത് വാങ്ങാലോ. ദാ. എന്തിനാ ചേട്ടാ ഇമോഷണൽ ആവുന്നേ? എന്റെ സ്വന്തം മക്കള് പോലും വിഷുവായിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. അവന്മാരൊന്ന് ഫോൺ ചെയ്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കാറില്ല. എന്നാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ നന്നായിട്ടാ വളർത്തിയത്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതിൽ എന്തോ കുറവ് വരുത്തി. എനിക്ക് 2 ആൺമക്കളുണ്ടായപ്പോൾ ഞാനും ഭാര്യ ഒരുപാട് സന്തോഷിച്ചു. വയസ്സാം കാലത്ത് ഞങ്ങളെ നോക്കാൻ അവരുണ്ടാവുമല്ലോ എന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ടിപ്പോ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങളെ കാണുമ്പോൾ ആൺമക്കൾക്ക് പകരം പെൺമക്കൾ മതിയായിരുന്നു എന്ന് തോന്നുക. എനിക്ക് കാശൊന്നും വേണ്ട. നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്തല്ലോ, അത് മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് ഞങ്ങളുടെ സന്തോഷത്തിനാ. അല്ല മോളെ, നിങ്ങളുടെ നിന്ന് കാശ് വാങ്ങിയെന്ന് ഭൂമിക മേഡം അറിഞ്ഞാൽ വഴക്കുറയും. അതിനിത് ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു വാങ്ങിയ കാശല്ലല്ലോ. അത് കൈ തന്നെ ഇരിക്കട്ടെ. താങ്ക്സ് മോളെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ. 3 പേരും വീട്ടിലേക്ക് പോവാണോ? എല്ലാ വർഷവും എന്നോട് പറഞ്ഞിട്ടല്ലേ പോവാറുള്ളത്. ഇത്തവണ എന്തോ പറ്റി? മാഡത്തിനോട് പറയണമെന്ന് തന്നെയായിരുന്നു മീരയുടെ ആഗ്രഹം. ഞങ്ങളാ വേണ്ടെന്ന് പറഞ്ഞത്. മാഡത്തിന് വേണ്ടത് ഇൻഫർമേഷൻ അല്ലേ? എന്നാണ് പോകുന്നത്, എന്നാ തിരിച്ചു വരുന്നത്, എല്ലാം വ്യക്തമായിട്ട് എഴുതി പെർമിഷൻ ലെറ്റർ തന്നിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരിക്കെ. നീ ഒന്നും മിണ്ടാതിരിക്കെ. പണ്ടൊക്കെ മാഡം നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറാറുള്ളത്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം മാഡത്തോട് തുറന്നു പറയുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പൊ മാഡം ആളാകെ മാറിയല്ലോ. ഞാൻ എങ്ങനെ മാറിയെന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ട് മാഡം അറിയേണ്ട കാര്യമില്ല. പാറുവിനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യമാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനെന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കില്ലെന്നും എനിക്കറിയാം. പാറു ഇപ്പൊ എവിടെയാ? അവള് വീട്ടിലേക്ക് പോയോ? അവൾ എങ്ങോട്ട് പോയാലും മാഡത്തിനെന്താ? അവൾ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ വിട്ടു പോണമെന്നല്ലേ മാഡത്തിനുണ്ടായിരുന്നുള്ളൂ. അതോടെ തലവേദന ഒഴിഞ്ഞു പോവുമല്ലോ.